പോയി ഡാൻസ് ചെയ്ത് അവളുടെ മുമ്പിൽ ചെന്ന് ഷൈൻ ചെയ്യടാ. പോടാ. ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? എന്റെ അടുത്ത് ഹനുമാനില്ലേ? എന്നെ ഹനുമാനെന്ന് വിളിച്ചാണ്ടല്ലോ. നിന്നെയല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റമില്ലേ? നീ പോയി ബണ്ണും പാലും എടുത്തു. ആ ബണ്ണും പാലും ശരിയാ, കഴിച്ചിട്ട് മതി. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. എടാ അതല്ല, ബണ്ണും വാലും ഹനുമാൻ. അതും ഇതൊക്കെ ഇട്ട് വായ കുത്തി കയറ്റി വെക്കണ്ട, ഗ്ലാമറാവും. ഹനുമാനാണെങ്കിൽ ഒരു മേക്കപ്പും ചെയ്യാതെ നീ നേരെ അങ്ങോട്ട് ചെന്നാ മതി. ഫുൾ മാർക്കാ. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. ബണ്ണും പാലും എടുത്തിട്ട് പോടാ. ഒരു മിനിറ്റ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്താ ഇത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി. ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ ആൻഡ്രോയിഡ് ഇട്ടുണ്ട്. ചുമ്മാ ദൈവത്താണ് ഇട്ടുണ്ട്. എന്താ കാണാ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങോർന്നിടിഞ്ഞു തോന്നുന്നു. അടിപതരാതെ ബാക്ക്ബോൺ. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ. അതിന് എന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ. എന്താ എന്തു പറ്റി? അടി പിടിച്ചുട്ടാ, മസിൽ അടി പിടിച്ചു. ബോഡി അറിയില്ല, എടുത്തോട്ടോ. ഇങ്ങോട്ട് വന്നേ. മസിൽ ഉടക്കാതെ കൊണ്ടു. അതെ, എന്നെ എവിടേക്കാ കൊണ്ടോണേ? അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്? പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ച തന്നെ. ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഒരാള് മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കാം. ഏത് മസിലാണ് ചേട്ടൻ കാണിക്കാൻ മറന്നുപോയത്? സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചോടുകളല്ല. നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതിനടുത്ത് വർക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ബണ്ണവിടെ ഇന്നാ കേറ്റി കേറ്റി കുത്തി കേറ്റി. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്കും. ശ്വാസം മുട്ടി ചാകട്ടെ. അയ്യോ, ഇന്നാ ഞങ്ങള് തലകുത്തി പാട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ? കുരങ്ങനല്ല, ഹനുമാനാ. മണവാളച്ചെറുക്കന്റെ അനിയനാ. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കൻ എടുക്കനാ. ഓ, സമാധാനായി. ഞാൻ കരുതി അനിയനെ പോലെ വാലുണ്ടാവുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ, ഞാൻ ഉണ്ണി. ഹലോ. എന്റെ സഹോദരിയുടെ മകനാ. ക്ഷമിക്കണം, കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല. വലിയ തിരക്കുള്ള ഗായകനാ. സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. എവിടെയാണ് നിന്റെ സെറ്റുകാരൊക്കെ? എല്ലാരും വണ്ടിക്കകത്തുണ്ട്. എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അയ്യോ, ഇറങ്ങിയ ലേറ്റ് ആവും. ബാംഗ്ലൂർ പ്രോഗ്രാം ഉള്ളതാ. അങ്ങനെ ഇപ്പൊ മോൻ കാണിച്ചിട്ട് പോവാൻ നോക്കണ്ട. കല്യാണ സമയത്ത് എത്തിയില്ല. വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല. അർക്കീസ്. നിന്നെ അങ്ങനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനൊക്കെ പണിഷ്മെന്റ് ഉണ്ട്. അവൻ രാവണനാ. അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നു പോയ ഹനുമാനെ വീണ്ടും ഇറക്കി ഷൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിന്റെ വാലും മുറിയും. ചെല്ലുതാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ശ്രീരാമ, അവരുമായിട്ട് ഉടക്കാൻ എനിക്ക് ശക്തി തരൂ. അലോത്സവം ഞാൻ കലക്കി. ചത്ത പച്ചാന്ന് പറഞ്ഞിറങ്ങിക്കൂടാ. ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാ അവൻ വാലും പൊക്കി ഓടണം. ബണ്ണവിടെ. അത് ഞാൻ എപ്പോഴും തിന്ന് കൊല്ലിച്ചെന്നിന്റെ നോക്കട്ടെ. എന്താ ടവൽ? ടവലെങ്കിൽ ടവല്. ഇനി മുതൽ ബണ്ണ് വേണ്ട, ടഫന് മതി. ഉഗ്രന. അയ്യോ, മരുത്വാമല മൃതസഞ്ചി.
നീ എന്റെ അച്ഛനെ വിളിച്ചല്ലേ എനിക്ക് മനസ്സിലായി. നിന്റെ മോന്ത ഇങ്ങനെ പോട്ടാ. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ.